students, welcome to today's chemistry class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിനെ പറ്റിയാണ്. ആൽഡിഹൈഡ്സ്, നമുക്ക് ചുറ്റുമുള്ള പല വസ്തുക്കളിലും ആൽഡിഹൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ബദാംഗ, ഇവിടെ ബെൻസാൽഡിഹൈഡ് is a main flavor component in almonds. Aldehydes and ketones are responsible for the odor and taste of numerous nuts and fish. നമ്മളിവിടെ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും പറ്റിയാണ് ആദ്യം നമുക്ക് പഠിക്കാം. Naturally occurring aldehydes and ketones. Aldehydes and ketones occur widely in nature. Naturally occurring compounds of this type with a higher molecular masses usually have pleasant odors and flavors. നല്ല സ്മെല്ലായിരിക്കും ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനും ഒക്കെ. അതുകൊണ്ട് പെർഫ്യൂംസ്, എയർ ഫ്രഷ്നർ അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓർഡർ ഓഫ് മെൽറ്റഡ് ബട്ടർ, അതിന്റെ കാരണം is largely due to the 4-carbon diketone butanedione. അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്മെല്ലിനൊക്കെ കാരണം ഈ കീറ്റോൺസും ആൽഡിഹൈഡ്സും ഒക്കെയാണ്. നല്ല നല്ല ഫ്ലേവേഴ്സ് ആണ്. മെനി ഇമ്പോർട്ടന്റ് സ്റ്റെറോയിഡ് ഹോർമോൺസ്, അതായത് പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. ആ സ്റ്റെറോയിഡ് ഹോർമോൺസ് ആർ കീറ്റോൺസ്, ഇൻക്ലൂഡിംഗ് ടെസ്റ്റോസ്റ്ററോൺസ്. ടെസ്റ്റോസ്റ്ററോൺസ് എന്ന് പറഞ്ഞാൽ ദ ഹോർമോൺ ദാറ്റ് കൺട്രോൾ ദ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ സെക്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ പ്രൊജസ്റ്ററോൺ, the hormone secreted at the time of ovulation in females. മെയിൽസിലും ഫീമെയിൽസിലുള്ള ഹോർമോൺസ് ഒക്കെ നമുക്ക് കീറ്റോണിക് കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ കോർട്ടിസോൺ, എ ഹോർമോൺ ഫ്രം ദ adrenal glands that is used medicinally to relieve inflammation. നമ്മളിപ്പം പലതരത്തിലുള്ള ഹോർമോൺസിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഹോർമോൺസിലൊക്കെ കീറ്റോണിക് ഗ്രൂപ്പാണ് അടങ്ങിയിരിക്കുന്നത്. ടെസ്റ്റോസ്റ്ററോൺ, അതുപോലെ പ്രൊജസ്റ്ററോൺ, കോർട്ടിസോൺ, അങ്ങനെയുള്ള ഹോർമോൺസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൽഡിഹൈഡ്സ് അടങ്ങിയതും കീറ്റോണിക് അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർമാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ് ഫോർമാൽഡിഹൈഡ്. അതിന്റെ ഫോർമുല CH2O ആണ്. ദ സിംപ്ലസ്റ്റ് ആൽഡിഹൈഡ് ഇസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ സിന്തസിസ് ഓഫ് മെനി റെസിൻസ് ആൻഡ് പ്ലാസ്റ്റിക്സ് and billions of pounds are produced annually in the United States. ഫോർമാൽഡിഹൈഡ്, ആൽഡിഹൈഡിനകത്ത് ഏറ്റവും കുഞ്ഞനായിട്ടുള്ള മോളിക്യൂളാണ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഈസ് ഓൾസോ സോൾഡ് ആസ് 37% aqueous solution called formalin. ഈ ഫോർമലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് ബോഡിയൊക്കെ, അതായത് മനുഷ്യരുടെ അല്ലെങ്കിൽ ഏത് ആനിമൽസിന്റെ ആണെങ്കിലും ഡെഡ് ബോഡിയൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഫോർമലിൻ. ഫോർമലിൻ ഡിസിൻഫെക്റ്റന്റ് ആൻഡ് പ്രിസർവേറ്റീവ് ഫോർ ബയോളജിക്കൽ സ്പെസിമെൻ. ഇതൊക്കെ ആൽഡിഹൈഡ് ആണ്. ഇതിന്റെ എല്ലാ ഉപയോഗങ്ങളും നമ്മളിപ്പം കാണുവാണ്. നമ്മളിനി ഈ ആൽഡിഹൈഡും കീറ്റോൺസിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹോമോലോഗസ് സീരീസ് ആയിട്ടുള്ള ആൽക്കൈൽ, ആൽക്കൈൻ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽക്കൈല്. നമുക്ക് ജനറൽ ഫോർമുല എഴുതാം RH, ആൽക്കൈൻസിന് RH എന്ന് പറയാം. ഇനി അതിന്റെ ജനറൽ ഫോർമുല CnH2n+2. CN എന്ന് പറഞ്ഞാൽ നമ്പർ 1 2 തൊട്ട് എത്ര വേണേലും ആകാം. അതിന്റെ സഫിക്സ് ആൽക്കൈന്റെ AN ആണ്. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈതേൻ. ഇനി അടുത്ത ഹോമോലോഗസ് സീരീസ് ആണ് ആൽക്കീൻ. ആൽക്കീൻ നമുക്കറിയാം, അതിന്റെ ഫോർമുല R ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ ആൽക്കീനകത്ത്. അതിന്റെ ജനറൽ ഫോർമുല ആണ് CnH2n. അതിന്റെ സഫിക്സ് ആൽക്കീൻ ആകുമ്പോൾ EN ആണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈതീൻ. ഇനി ആൽക്കഹോൾ, ആൽക്കഹോൾ നമ്മൾ സെക്കൻഡറി പഠിച്ചാണ്. ആൽക്കഹോള് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്, അതിന്റെ അകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ്. ജനറൽ ഫോർമുല ROH എന്നത് ROH. ഇനി അതിന്റെ എന്താണ് ജനറൽ ഫോർമുല ആയിട്ട് CnH2n+1 OH. അതുപോലെ സഫിക്സ് ആയിട്ട് OL ആണ്. മെത്തനോൾ എന്ന് പറയും, എക്സാമ്പിൾ മെത്തനോൾ. അതുപോലെ ആൽക്കൈൽ ഹാലൈഡ്, ഹാലോ ആൽക്കൈൻസും ഹാലോ അലീൻസും, ഇതെല്ലാമാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് നമ്മൾ ആൽഡിഹൈഡ്സിന് മുമ്പ് പഠിച്ചത് അല്ലെ. ഇതൊക്കെ ഇതിന്റെ ഫോർമുലാസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ആൽഡിഹൈഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മള് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ് എന്നാലും ഉണ്ട് ആൽഡിഹൈഡിനകത്ത്.
അതിന് ഒരു വശത്ത് ആൽക്കൈൽ ഗ്രൂപ്പ്, 6 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഒരു വശത്ത് ഹൈഡ്രജൻ വരുവാണ് ആൽഡിഹൈഡിനകത്ത്. ആൽഡിഹൈഡിന്റെ ജനറൽ ഫോർമുല നമ്മൾ പറയുകയാണ് RCOH. അതുപോലെ കീറ്റോൺ, ആൽഡിഹൈഡിന്റെ ഒരു ചേട്ടനായിട്ട് വരും കീറ്റോൺ. കീറ്റോൺ എങ്ങനെയാന്ന് വെച്ചാൽ C≡Oയുടെ ഒരു വശത്ത് ആൽക്കൈൽ ഗ്രൂപ്പും വേറൊരു വശത്തും 2 വശത്തും ആൽക്കൈൽ ഗ്രൂപ്പുകൾ തന്നെ വരിക. ചിലപ്പോൾ ഈ R-ഉം R' ഒരുപോലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ അരയിൽ ഗ്രൂപ്പ് ആകാം. അരയിൽ എന്ന് പറഞ്ഞാൽ ബെൻസീൻ അടങ്ങിയ ഗ്രൂപ്പ്. പിന്നെ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ എന്താണ് വ്യത്യാസം? ആൽഡിഹൈഡിനകത്ത് ഒരു C ബോണ്ട് എന്ന് പറയുന്നത് കാർബണിന്റെ ബോണ്ട് ഹൈഡ്രജനിലുണ്ട്. എന്നാൽ കീറ്റോണിനകത്ത് 2 ബോണ്ടും എന്താണ്? അതിനകത്ത് 2 ബോണ്ടിലും വന്നിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരയിൽ ഗ്രൂപ്പാണ്. അതുപോലെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പിന്റെ ഒരു വശത്ത് R-ഉം മറുവശത്ത് OH-ഉം, അതായത് RCOOH എന്നാണ് കാർബോക്സിലിക് ആസിഡ് ജനറൽ ഫോർമുല. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ RC≡OX ആണ്. അതുപോലെ അമൈഡ് എന്ന് പറഞ്ഞാൽ RC≡ONH2. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഇതിന് നമുക്കിവിടെ പൊതുവായിട്ട് കാണാം CO ആണ് നടുക്ക് വരുന്നത്, CO ഗ്രൂപ്പാണ് നടുക്ക് വരുന്നത്. സിയോയുടെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ അമൈഡ് എന്ന് പറഞ്ഞാൽ RCONH2. അതുപോലെ അടുത്താണ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ RCOOR. ഇതെല്ലാം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയും പഠിക്കുകയും ചെയ്യണം ഇതിന്റെ ജനറൽ ഫോർമുല എന്താണെന്ന്. അതുപോലെ ആസിഡ് അൺഹൈഡ്രേറ്റ്, ഇതാണ് കാർബോക്സിലിക് ആസിഡ്. 2 കാർബോക്സിലിക് ആസിഡ് കൂടി ചേരുമ്പോൾ അതിനകത്ത് ഒരു H2O മാറിപ്പോയിട്ട് അത് ഒരുമിച്ച് കൂടുമ്പോൾ RCOOR എന്ന് പറയുന്നതാണ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അൺഹൈഡ്രേറ്റ് ആസിഡിലെ ജലാംശം പോകുന്നതാണ് ആസിഡ് അൺഹൈഡ്രേറ്റ്. ഇത് പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് carboxylic acid are widespread in plants and animal kingdom. They play an important role in biochemical process of life. നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ആൽഡിഹൈഡ്സും കീറ്റോൺസും കാർബോക്സിലിക് ആസിഡും play an important role in biochemical process. They add fragrance and flavor to nature. For example, vanilla beans, അതായത് വാനിലിന്റെ ഇതാണ് വാനിലിന്റെ സ്ട്രക്ചർ, ബെൻസീൻ റിംഗ് CHO, ഇതാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. OCH3OH, ഇതാണ് വാനിലിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, വാനില എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ സാലിസിൽ ആൽഡിഹൈഡ്, അടുത്താണ് സിന്നമാൽഡിഹൈഡ്. ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡിന്റെ കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം നല്ല പ്ലസന്റ് ഫ്രാഗ്രൻസ് ഉള്ളതാണ്. They are used in many food products and pharmaceutical to add flavors. ഇതെല്ലാം ആൽഡിഹൈഡ് അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട്സ് ആണ്. ഇതെല്ലാം they are used in many food products. പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സ് നല്ല മണം കിട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നു. Some of these families are manufactured for use as solvent and for preparing materials like adhesive, paint, perfumes, plastic fabrics. ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആൽഡിഹൈഡും കീറ്റോണിക്കും കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ ഇനി പഠിക്കുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് CO ഗ്രൂപ്പ്, അല്ലെ? ആ CO ഗ്രൂപ്പിൽ പറഞ്ഞ കാർബോണിൽ ഗ്രൂപ്പ്. Both aldehydes and ketones contain a carbonyl group. A carbonyl group is a carbon atom double bond to an oxygen atom. നമ്മൾ മനസ്സിലാക്കണം, കാർബൺ ഡബിൾ ബോണ്ട് ഓക്സിജനില് ലോൺ പെയർസ് ഉണ്ട്, അതുപോലെ കാർബണില് ബാക്കി 2 വാലൻസി ഉണ്ട്. A carbonyl group is a carbon atom double bond to an oxygen atom. നമ്മൾ ഇതാണ് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് കാർബോണിൽ ഗ്രൂപ്പ്, CO ഗ്രൂപ്പ്. ഓക്കെ, CO ഗ്രൂപ്പിന് പറഞ്ഞ പേരാണ് കാർബോണിൽ ഗ്രൂപ്പ്. അതിന്റെ സ്ട്രക്ചർ ആണ് നമ്മളിപ്പം കണ്ടത്. കാർബൺ ഓക്സിജൻ ആൻഡ് കാർബൺ ഡബിൾ ബോണ്ട്സ് ഡിഫർ ഇൻ എ മേജർ വേ. A carbon oxygen double bond is polar and a carbon double bond is non-polar. The electronegativity of oxygen is much greater than that of carbon, hence the carbon oxygen double bond is polarized. കാർബോണിൽ ഗ്രൂപ്പിനകത്തെ കാർബൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആണ്. കാരണം ഓക്സിജൻ എന്തുണ്ട്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. The oxygen atom occupies a fractional negative charge, അതായത് നെഗറ്റീവ് ചാർജ്, ആൻഡ് ദ കാർബൺ ആറ്റം അക്വയറിംഗ് എ ഫ്രാക്ഷണൽ പോസിറ്റീവ് ചാർജ്. നമുക്ക് CO ഗ്രൂപ്പിനകത്ത് ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവും കാർബണ് പാർഷ്യൽ പോസിറ്റീവും. പാർഷ്യൽ നെഗറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്. നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രോൺസ് പോകുന്നത് ഓക്സിജനിലേക്കാണ്. പോളാർ നേച്ചർ ഓഫ് കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ് ഇതിൽ നിന്ന് നമുക്ക് റിവീൽ ആകുന്നത്, പോളാർ നേച്ചർ. ഈ കാർബോണിൽ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ നോക്കിയാലോ, എ ട്രൈഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ ആണ്. 120 ഡിഗ്രിയാണ് ആംഗിള്, 120 ഡിഗ്രിയാണ് ആംഗിള്. എ ട്രൈഗണൽ പ്ലെയിനാർ സ്ട്രക്ചർ.
All carbonyl groups have a trigonal planar structure. Important ആണ്. The bond angle between the three atoms attached to the carbonyl atom are 120 degree. Trigonal planar ഡിഗ്രി നമുക്കറിയാം, ആംഗിൾ എപ്പോഴും 120 ആയിരിക്കും. ഇനി ഇതാണ് ഓർബിറ്റൽ ഡയഗ്രാം ഫോർ ദ ഫോർമേഷൻ ഓഫ് കാർബോണിൽ ഗ്രൂപ്പ്. ഓർബിറ്റൽ ഡയഗ്രാം, അതായത് ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ നമ്മൾ കാണുന്നത്. sp2 കാർബൺ സിഗ്മ ബോണ്ട് ആണ് ഓക്സിജനുമായിട്ട്. അത് കഴിഞ്ഞ് പൈ ബോണ്ട് വരുന്നു. പൈ ബോണ്ട് എന്നിട്ട് നമുക്കിവിടെ 120 ഡിഗ്രിയിൽ ട്രയാങ്കിൾ കാണുകയാണ്. ട്രയാങ്കിൾ പ്ലേനാർ സ്ട്രക്ചർ ആണ് CO ഗ്രൂപ്പിന് 120 എന്നുള്ളത്. ഇതിൽ ഒരു സിഗ്മയും ഒരു പൈ ബോണ്ടുമാണ് ഡബിൾ ബോണ്ടിനകത്ത് നമുക്ക് കാണുന്നത്. ഇതാണ് ഓർബിറ്റൽ ഡയഗ്രാം. The carbon atom of a carbonyl group must form two other bonds in addition to the carbon-oxygen double bond in order to have four bonds. The nature of these two additional bonds determine the type of carbonyl containing compound it is. അതായത് കാർബോണിൽ ഗ്രൂപ്പിനകത്ത് CO ഗ്രൂപ്പിനെ കൂടാതെ കാർബണിന് 2 ബോണ്ടും കൂടെ ഉണ്ട്. ആ 2 ബോണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നേച്ചർ നിശ്ചയിക്കുന്നത്. ഇവിടെ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, CO ഗ്രൂപ്പിന്റെ അവിടെ അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ വരണം. കാർബണിന്റെ ഒരു ബോണ്ട് അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ആൽഡിഹൈഡ്. കാർബണിന്റെ 2 ഗ്രൂപ്പിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിനെയാണ് കീറ്റോൺ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ജനറൽ ഫോർമുല ഓർത്തിരിക്കുക. CO ഗ്രൂപ്പ് അപ്പുറത്ത് ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു വശത്ത് ഹൈഡ്രജൻ വന്നാൽ അതാണ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡിനകത്ത് മസ്റ്റ് ആയിട്ടും എന്ത് വേണം? ഹൈഡ്രജൻ വേണം. ഓക്കെ, an aldehyde has at least 1 hydrogen atom bonded to the carbonyl group. A ketone has 2 alkyl group bonded to the carbonyl group. നമ്മള് ഇപ്പൊ എന്ത് ചെയ്യും? ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ആൽഡിഹൈഡ് ആണ് ഫോർമാൽഡിഹൈഡ്. ഏറ്റവും ചെറിയ ആണ് CO. ഇനി ഇവിടെ 6 വരെ ഒരു H ആണ് ഇരിക്കുന്നത്. അന്നേരം അതാണ് ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ് ആണ്. 2 H വന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ പേരാണ് ഫോർമാൽഡിഹൈഡ്. The simplest aldehyde is a prophyllic polymer former, also known as a chemical that is used to prevent decay in the dead bodies of people and animal. Formalin ഉപയോഗിക്കുന്നു. Formaldehyde is a naturally occurring organic compound with the formula CH2O. CH2O എന്നാണ് ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല. It is the simplest of the aldehyde and is also known by its systematic name methanol. ഫോർമാൽഡിഹൈഡിന്റെ കോമൺ നെയിം ആണ്. ഇതിന്റെ IUPAC നെയിം അനുസരിച്ച് പേരാണ് മെത്തനാൽ. നമുക്ക് ആൽഡിഹൈഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. In an aldehyde, one of the 2 additional bonds that the carbonyl carbon atom forms must be to hydrogen atom. The other may be to a hydrogen atom, an alkyl or cycloalkyl group or an aromatic ring. ഇനി ആൽഡിഹൈഡ് ഗ്രൂപ്പിനകത്ത് ഒരെണ്ണം മസ്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ ബോണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹൈഡ്രജൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും അരൈൽ ഗ്രൂപ്പ് ആകാം, ബെൻസീൻ റിങ്ങോ അങ്ങനെയുള്ളതാകാം. അതാണ് നമുക്കിവിടെ പലതരത്തിലുള്ള ആൽഡിഹൈഡിന് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഹൈഡ്രജൻ ഇവിടെ വരുന്നത് കൊണ്ട് ഇത് ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും കേട്ടോ ആൽഡിഹൈഡ്. Ketones. In a ketone, both of the additional bonds of the carbonyl carbon atom must to be another carbon that is part of an alkyl, cycloalkyl or aromatic group. CO ഗ്രൂപ്പ് ഇവിടെ 2 വശത്തും ആൽക്കൈൽ ഗ്രൂപ്പ് വരണം കീറ്റോണിന്. ഇനി 2 വശത്തും ഒന്നെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ ഒരുപോലത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം. അതുപോലെ ഇവിടെ നമുക്ക് എന്താണ് അരൈൽ ഗ്രൂപ്പോ സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പോ ഏത് വേണേലും വരാം. ഇതാണ് കീറ്റോൺ എന്ന് പറയുന്നത്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CO ഗ്രൂപ്പ് നടുക്ക് വരും, അപ്പുറത്തും ഇപ്പുറത്തും ബോഡി ഗാർഡിനെ പോലെ ഒന്നെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ വരുന്നതാണ് കീറ്റോൺ. എന്തായിരിക്കും കാർബോക്സിലിക് ആസിഡ്? കാർബോക്സിലിക് ആസിഡ് നമുക്ക് പഠിക്കാനുണ്ട്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പിന്റെ ഒരു വശത്ത് ആൽക്കൈൽ ഗ്രൂപ്പും ഒരു വശത്ത് OH ഗ്രൂപ്പും. അതിന് മസ്റ്റ് ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് COOH എന്നാണ്. COOH വന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു വശത്താണ് ഏറ്റവും സിമ്പിൾ തൊട്ട് തുടങ്ങാം. ഒന്നെങ്കിൽ ഹൈഡ്രജൻ വരാം, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതെങ്കിലും വരാം, അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് വരാം. In a carboxylic acid, one of the 2 additional bonds of the carbonyl carbon atom must be to a hydroxyl group, OH group ആയിരിക്കണം. And the other may be to a hydrogen atom, an alkyl or cycloalkyl group. പിന്നെ ഏത് വേണേലും മറ്റേ വശത്ത് വരാം. ഹൈഡ്രജൻ ആകാം. അതാണ് എനിക്ക് ഏറ്റവും ചെറിയ ആസിഡ്. ഹൈഡ്രജൻ വരുന്നതാണ് ഏറ്റവും ചെറിയ ആസിഡ്. അതാണ് ഫോമിക് ആസിഡ് കേട്ടോ. ആൽക്കൈൽ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പ് ആകാം, ഓർ ആൻ അരോമാറ്റിക് റിംഗ് സിസ്റ്റം.
The structural parameters for a carboxylic acid are the same as those for an aldehyde. ഇനി അടുത്ത CO ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട് ആണ് എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COOC. ഇനി COOCയുടെ അടുത്ത അപ്പുറത്ത് എന്ത് വരാം? നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ വരാം, ഒരു വശത്തെ ബോണ്ടിൽ കാർബൺ ബോണ്ടിൽ, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, ഏത് വേണേലും വരാം, അരൈൽ ഗ്രൂപ്പ് വരാം. In an ester, one of the two additional bonds of the carbonyl carbon atom must be to an oxygen atom, which in turn is bound to an alkyl, cycloalkyl or aromatic group. നമ്മുടെ മനസ്സിലേക്ക് വേണം, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ COOC, അതായത് COOR എന്നുള്ള ടൈപ്പാണ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ എസ്റ്ററിന്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അടുത്താണ് അമൈഡ്. അമൈഡ് എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പിന്റെ ചുറ്റും ഒരു NH2 ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതാണ് അമൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന്. CONH2 അങ്ങനെയുള്ള ഗ്രൂപ്പിനെ നമ്മൾ പറഞ്ഞ അമൈഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇനി ബാക്കി ഒരു വശത്തെ ബോണ്ടിൽ വരാവുന്ന ഒന്നെങ്കിൽ ഹൈഡ്രജൻ വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ അരയിൽ ഗ്രൂപ്പ് വരാം. ഏത് ഇഷ്ടമുള്ള അടുത്ത ഗ്രൂപ്പ് വരാം, ഒന്നെങ്കിൽ ആൽക്കൈൽ, അരയിൽ, അങ്ങനെയുള്ള ഗ്രൂപ്പ് വരാം. അതിനെയാണ് അമൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അമൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരണം CONH2 എന്നുള്ള അതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അമൈഡ്. Aldehydes and ketones are the first two of the 5 major classes of carbonyl compounds. They share the common features having only one oxygen atom present, the oxygen atom of the carbonyl group. Aldehyde and ketones വളരെ related ആണ്. An aldehyde is a carbonyl containing organic compound in which the carbonyl carbon atom has at least one hydrogen atom directly to attach it. ഇതാണ് COHന്റെ നമ്മുടെ ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. കീറ്റോൺ എന്ന് പറഞ്ഞാൽ CO ഗ്രൂപ്പ്, അപ്പുറത്തും ഇപ്പുറത്തും ആൽക്കൈൽ ഗ്രൂപ്പ്. The general condensed formula for ketone is RCOR. Cyclic aldehydes are not possible. Cyclic aldehyde are not possible. കാരണം എന്താണ്? ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ട് അല്ലേ? For an aldehyde carbonyl carbon atom to the part of a ring system, it would have to form 2 bonds to ring atom, which would give it 5 bonds. Unlike aldehyde, ketone can form cyclic structures. വേറെ ഒന്നും കൂടുതലായിട്ട് ഓർക്കണ്ട. Cyclic aldehydes are not possible. എന്നാൽ ketones can form cyclic structures. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. 6 membered ring 1 ketonic group. ഇതാണ് 1 ketonic group വന്നിരിക്കുന്നത്. അതുപോലെ 6 membered ring 2 ketonic group ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ketonic group, അതായത് cyclo ketones are possible. എന്നാൽ cyclic aldehydes are not possible. നമുക്കിവിടെ IUPAC നെയിം നോക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ്, ഇവിടെ നമുക്ക് കോമൺ നെയിം ആയിട്ട് അസറ്റാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഇത് COH ഗ്രൂപ്പാണ് ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഈ ആൽഡിഹൈഡിന്റെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നിടത്ത് നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ, കാർബൺ, ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കണം CO ഗ്രൂപ്പ്, അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണെ ആൽഫ കാർബൺ എന്ന് പറയുന്നു. അതിൽ നിന്ന് പുറപ്പെടുന്ന ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ഈ ആൽഫ കാർബണിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കാർബണെയാണ് ബീറ്റ കാർബൺ എന്ന് പറയുന്നത്. ബീറ്റ കാർബണിന്റെ ഹൈഡ്രജനെ ബീറ്റ ഹൈഡ്രജൻ എന്നും പറയുന്നു. അതുപോലെ ഗാമ, അങ്ങനെ അങ്ങ് പോകുന്നു. Aldehydes and ketones are called by their common names instead of IUPAC names. ധാരാളം നമ്മൾ പെട്ടെന്നുള്ള പരിചയം നമ്മൾ പറയുന്ന കോമൺ നെയിമാണ് ആൽഡിഹൈഡ്സിനും കീറ്റോൺസിനൊക്കെ പറയുന്നത്. The common names of most aldehydes are derived from the common names of the corresponding carboxylic acid by replacing the ending IC of acid with the aldehyde. At the same time, the names reflect the Latin or Greek term for the original source of the acid or aldehyde. The location of the substituent in the carbon chain is indicated by Greek letters alpha, beta, gamma, delta, etc. Then Greek letters are alpha, beta, gamma നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. The alpha carbon being the one directly linked to the aldehyde group, beta carbon the next, and so on. അങ്ങനെയാണ് ആൽഫ, ബീറ്റ, ഗാമ. നമ്മൾ കോമൺ നെയിമിലാണ് കൂടുതൽ ആൽഡിഹൈഡും കീറ്റോൺസും അറിയപ്പെടുന്നത്. നമുക്ക് IUPAC നെയിമിംഗ് ഒന്ന് നോക്കാം. നെയിമിംഗ് ഓഫ് ആൽഡിഹൈഡ്. ഇൻ IUPAC nomenclature, aldehydes are identified by the suffix al. ആൽഡിഹൈഡിന്റെ ആദ്യത്തെ AL അല്ലെ, അതുകൊണ്ട് ഇതിന്റെ പേരിടുമ്പോൾ നമുക്ക് അവസാനം സഫിക്സ് ആയിട്ടാണ് AL കൊടുക്കുന്നത്. HC_OH അല്ലെ, ഒറ്റ കാർബണേ ഉള്ളൂ. ഒറ്റ കാർബണേ ഉള്ളപ്പോൾ മീഥെയിൻ എന്നുള്ളതാണ് നമ്മൾ ആൽക്കൈനായിട്ട് എടുക്കുന്നത്. മീഥെയിൻ, ഈ മീഥെയിന്റെ മാറ്റിയിട്ട് അവിടെ ആൽഡിഹൈഡിന്റെ AL ചേർത്താൽ അത് മെഥനാളായി. മെഥനാൽ നമ്മൾ ഈ HC_OH വേറൊരു പേര് പറയുന്നത് ഫോർമാൽഡിഹൈഡ് എന്നാണ് കോമൺ നെയിം പറയുന്നത്.
ഫോർമാൽഡിഹൈഡ്. അന്നേരം മെഥനാൽ എന്നാണ് IUPAC നെയിമിങ്. ഓക്കെ, എങ്ങനെയാണ് IUPAC നെയിം വന്നത്? എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക, ആ കാർബണിന്റെ എണ്ണം അനുസരിച്ച് നമ്മൾ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, കാർബണിന്റെ എണ്ണം നോക്കുക. കാർബണിന്റെ എണ്ണം നോക്കിയിട്ട് ആ മീഥൈൻ ആണെങ്കിൽ മീഥൈൻ്റെ E മാറ്റിയിട്ട് AL ചേർക്കാം, മെഥനാൽ. നമുക്ക് പലതരത്തിലുള്ള പേരുകളും നോക്കാം. Aldehydes are named by replacing the terminal E of the corresponding alkane name with the AL. The parent chain must contain the CHO group. The CHO carbon is numbered as C1 if the CHO group is attached to a ring using the suffix. നമുക്ക് നോക്കാം. HCHO ഫോർമാൽഡിഹൈഡ് കോമൺ നെയിം, അതിന്റെ IUPAC നെയിം ആണ് മെഥനാൽ. C3CHO 2 കാർബൺ ഉണ്ട്, 2 കാർബൺ ഉള്ളപ്പോൾ ഈഥൈൻ ആണ്, ഈഥൈൻ്റെ E മാറ്റിയാൽ എഥനാൽ. അതിന്റെ കോമൺ നെയിം ആണ് അസറ്റാൽഡിഹൈഡ്. അടുത്ത ആൽഡിഹൈഡ് ആണ്, 3 കാർബൺ ഉള്ളതാണ്. 3 കാർബൺ ഉള്ളത് പ്രൊപ്പൈൻ ആണ്, പ്രൊപ്പൈൻ E മാറ്റിയാൽ പ്രൊപ്പനാൽ, പ്രൊപ്പനാൽഡിഹൈഡ് എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ 4 കാർബൺ ഉള്ള 1, 2, 3, 4 കാർബൺ ഉള്ള ആൽഡിഹൈഡ് ബ്യൂട്ടൈൻ ആണ്, ബ്യൂട്ടനാൽ. അതിന്റെ ബ്യൂട്ടറിൽ ആൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ പെന്റനാൽ എന്ന് പറഞ്ഞാൽ 5 കാർബൺ ഉള്ള ആൽഡിഹൈഡ് ആണ് പെന്റനാൽ, അതിന് ബലേർ ആൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. ഇത് അടുത്ത ഒരു ഡബിൾ ബോണ്ട് വരുന്ന ഒരു ആൽഡിഹൈഡ് CH2 ഡബിൾ ബോണ്ട് CHCHO. ഇതിനവിടെ നമുക്ക് പേരുണ്ട്. ആദ്യം ആൽഡിഹൈഡിനെ നമ്മൾ 1, 2, 3 കൊടുത്തു. അന്നേരം നമ്മൾ പറയാണ് പ്രൊപ്പിനാൽ, പ്രൊപ്പിനാൽ എന്നാണ് പറയുന്നത്. അക്രോലിൻ എന്ന് വിളിക്കുക, അക്രോലിൻ. ഓക്കെ, അക്രോലിൻ. അടുത്ത ബെൻസീൻ റിംഗ് CHO ഗ്രൂപ്പ് വരുന്നു, അതിന് പറയുന്ന ബെൻസാൽഡിഹൈഡ്. നമുക്ക് അതിന്റെ IUPAC നമുക്ക് വേണമെങ്കിൽ എഴുതാം ബെൻസീൻ കാർബാൾഡിഹൈഡ് എന്ന് എഴുതാം, ബെൻസീൻ കാർബാൾഡിഹൈഡ് എന്നും എഴുതാം. ഓക്കെ, നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പായ CHO ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ടോ H ഗ്രൂപ്പ് വരുന്നു. അതിന്റെ പേര് നമുക്ക് നോക്കാം. ഇവിടെ 1, 2, 3, 4 കാർബൺ ഉണ്ട്. 4 കാർബൺ നമുക്ക് നമ്മൾ ആൽക്കൈന് പേരിടുന്ന പോലെ ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ പേരന്റ് ആയിട്ട് എടുത്തു. ബാക്കി ബ്രാഞ്ചിങ് വരുന്നു, 2 ബ്രാഞ്ചിങ് വരുന്നുണ്ടല്ലേ. നമുക്ക് ബ്യൂട്ടൈൻ ആണ് ഇതിന്റെ പേരന്റ് എന്ന് കൊടുത്തിട്ട് ബ്യൂട്ടൈൻ E മാറ്റിയിട്ട് ബ്യൂട്ടനാൽ എന്ന് കൊടുത്തു. എന്തുകൊണ്ടാണ് ബ്യൂട്ടൈൻ ആയത്? 4 കാർബൺ ഉള്ളതുകൊണ്ടാണ് ബ്യൂട്ടൈൻ ആയത്. ഇവിടെ നമ്മൾ പേര് ബ്യൂട്ടനാൽ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത എന്താണ്, ഇതിനെ 1ാമത്തെ കാർബൺ എന്ന് കൊടുത്തു. ഇനി സബ്സ്റ്റിറ്റ്യൂവൻസ് നമുക്ക് നോക്കാൻ പോവാണ്. 2, 3, 2 ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3 ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ എന്നാണ് ഈ ആൽഡിഹൈഡിന്റെ പേര്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ആദ്യം ആൽക്കൈനിന്റെ പേരിടുന്ന പോലെ തന്നെയാണ് IUPAC. ലോങ്സ്റ്റ് ചെയിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പേരന്റിന്റെ പേരെടുത്ത്. ഇപ്പം ബ്യൂട്ടൈൻ ആണ് ഇവിടെയുള്ളത്, 4 കാർബൺ ആയതുകൊണ്ടാണ് ബ്യൂട്ടൈൻ കിട്ടിയത്. എന്നിട്ട് ആ ബ്യൂട്ടൈന്റെ E മാറ്റിയിട്ട് ബ്യൂട്ടനാൽ എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്, CO ഗ്രൂപ്പിന് 1ാമത്തെ സ്ഥാനം കൊടുക്കണം. അടുത്ത 2, 3, 2 നിന്ന് 3 ബ്രാഞ്ചിങ്ങിന് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടനാൽ. ഓക്കെ, ഇത് IUPAC സിസ്റ്റം. ഇനി കീറ്റോൺസ് എങ്ങനെയാണ്? കീറ്റോൺസ് ആർ ഐഡന്റിഫൈഡ് ബൈ ദ സഫിക്സ് ONE. കീറ്റോൺ നമ്മൾ ആദ്യത്തെ KE അല്ലേ കൊടുക്കുന്ന, ONE ലാസ്റ്റത്തെ ONE ആണ് കൊടുക്കുന്ന സഫിക്സ് ആയിട്ട്. ഇപ്പം ഇവിടെ നമുക്ക് IUPAC സിസ്റ്റം അനുസരിച്ച് ONE കൊടുക്കുന്നു. ഇവിടെ നമുക്ക് നോക്കാം. 1, 2, 3, 4 കാർബൺ വന്നു. 4 കാർബൺ വന്നെങ്കിൽ ബ്യൂട്ടൈൻ അല്ലെ, ബ്യൂട്ടൈൻ E മാറ്റിയിട്ട് ബ്യൂട്ടനോൺ എന്ന് കൊടുത്തു. ഇനി നമുക്ക് CO ഗ്രൂപ്പിന്റെ CO ഗ്രൂപ്പിന് നമ്പർ ഇടണം. അതിനുവേണ്ടി ഒരു ഏറ്റവും ലോവസ്റ്റ് നമ്പറാണ് CO കിട്ടേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് കൊടുക്കാം 1, 2, 3, 4, അന്നേരം 2 ബ്യൂട്ടനോൺ എന്നാണ് ഇതിന്റെ പേര്, 2 ബ്യൂട്ടനോൺ. നമ്മൾ ഇത് സാധാരണ C3 C ഡബിൾ ബോണ്ടോ C3 ഇത് ബ്യൂട്ടൻ 1, 2, 3 കാർബൺ ആണ് ഇവിടെ ഉള്ളത് അല്ലേ. 3 കാർബൺ ആകുമ്പോൾ നമ്മൾ സാധാരണ അസറ്റോൺ എന്നാണ് പേര് വിളിക്കുന്നത്, അസറ്റോൺ. അത് കോമൺ നെയിം ആയിട്ട് എടുത്തു. അടുത്ത നമ്മൾ ഇതിന്റെ എന്താണ് പേര്, ഇത് നമുക്ക് വേണമെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ് കോമൺ നെയിം വിളിക്കാം. ഈഥൈൽ മീഥൈൽ കീറ്റോൺ എന്ന് വിളിക്കാം, ഈഥൈൽ മീഥൈൽ കീറ്റോൺ. ഓക്കെ, നമ്മളിപ്പോൾ IUPAC നെയിം കണ്ടത് ഇത് 2 ബ്യൂട്ടനോൺ എന്ന് കണ്ടു. കാരണം ഇൻ ദ IUPAC സിസ്റ്റം കീറ്റോൺസ് ആർ ഐഡന്റിഫൈഡ് ബൈ ദ സഫിക്സ് ONE. ഈ കീറ്റോൺസും ആൽഡിഹൈഡും എല്ലാം സാധാരണ രീതിയിൽ കോമൺ നെയിമിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. എന്നിട്ട് അതും രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം. നെയിം ഓഫ് കീറ്റോൺസ് റീപ്ലേസ് ദ ടെർമിനൽ E ഓഫ് ദ ആൽക്കൈൻ നെയിം വിത്ത് ONE. Parent chain is the longest one that contains the ketone group. Numbering begins at the end near the carbonyl carbon. നമ്മളിവിടെ 3-hexanone എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. കാരണം 6 കാർബൺ ഉണ്ട്, അതാണ് ഹെക്സൈൻ ആണ്. E മാറ്റി ഹെക്സനോൺ കൊടുത്തു. ഇനി CO ഗ്രൂപ്പ് വന്നിരിക്കുന്നത് 3ാമത്തെ കാർബണിൽ നിന്നാണ്. നമുക്ക്
ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, മൂന്നാമത്തെ കാർബൺ. ഇനി ഈ ആറ്റത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 1, 2, 3 നാലാമത്തെ കാർബണയിലാണ് വരുന്നത്. അങ്ങനെ നാലാമത്തെ കാർബണയിൽ നിന്നും മൂന്നാമത്തെ കാർബണയിൽ നിന്നും വന്നാൽ നമ്മൾ മൂന്നാമത്തെ കാർബണാണ് പേരെഴുതാൻ എടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ വെച്ച് വേണം CO ഗ്രൂപ്പിന് കൊടുക്കുക. അതുകൊണ്ട് 3 ഹെക്സനോൺ പേരിട്ടു. അടുത്തതാണ് 4 ഹെക്സ് 2 1 on. അതായത് ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഹെക്സി ഡബിൾ ബോണ്ട് വന്നുകൊണ്ടാണ് 4 ഹെക്സി 2 1 on വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ രണ്ടാം പേരന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഹെക്സി 2 1 എന്നാണ് വന്നത്, 2 1. കാരണം രണ്ടാമത്തെ കാർബണേലാണ്. നമുക്ക് CO ഗ്രൂപ്പിന് എന്ത് കൊടുക്കണം? ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടുന്ന് കൊടുത്തു 1, 2. അല്ലാതെ ഇവിടുന്ന് കൊടുത്താൽ നമുക്ക് പറ്റത്തില്ല. കാരണം CO ഗ്രൂപ്പിന് തന്നെ പ്രയോറിറ്റിയാണ് ഏറ്റവും ആദ്യം. ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് CO ഗ്രൂപ്പിനായതുകൊണ്ട് ഡബിൾ ബോണ്ടിനേക്കാൾ നമ്മൾ ഇവിടുന്ന് കൊടുത്തു 1 2 കൊടുത്തു. പിന്നെ ഇവിടെ വരുമ്പോൾ നാലാമത്തെ പോസ്റ്റിലാണ് ഡബിൾ ബോണ്ട്. അതുകൊണ്ട് 4 ഹെക്സീൻ 2 1 എന്ന് പേരാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത്. ഡബിൾ ബോണ്ടും CO ഗ്രൂപ്പും കൂടെ വന്നാൽ CO ഗ്രൂപ്പിനാണ് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുന്നത്. പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡബിൾ ബോണ്ടിന് കൊടുക്കത്തുള്ളൂ, ഓർത്തിരിക്കുക. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഈ കോമ്പൗണ്ടിൽ 2 ഡബിൾ ബോണ്ട് വന്നു. അതായത് അതിന്റെ പേരാണ് 2,4 ഹെക്സീൻ ഡയോൺ. ഡയോൺ എന്ന് പറഞ്ഞാൽ 2 എണ്ണം വന്നിട്ടുണ്ട്. ഇനി 2ലും 4ലുമാണ് ആ പൊസിഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 2,4 ഹെക്സീൻ ഡയോൺ വന്നിരിക്കുന്നത്. നമ്മള് പേര് ഇതാണ് അസറ്റോൺ. CH3C ഡബിൾ ബോണ്ടോ CH3 ഏറ്റവും ചെറിയ കീറ്റോൺ ആണ്. CH3C ഡബിൾ ബോണ്ടോ CH3. കാരണം എന്താണ്? സിയോയുടെ അപ്പുറത്തും ഇപ്പുറത്തും 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരും അല്ലെ. എന്നാലും അതാണ് അസറ്റോൺ, ആൽക്കൈൽ ഗ്രൂപ്പ് വരണം. ഇനി അസറ്റോഫിനോൺ എന്ന് പറഞ്ഞാല് ഇത് അസറ്റോഫിനോൺ, ബെൻസീൻ റിംഗ് C ഡബിൾ ബോണ്ടോ CH3. അതുപോലെ 2 ബെൻസീൻ റിംഗിന്റെ ഇടയ്ക്കാണെങ്കിൽ ബെൻസോഫിനോൺ എന്ന് പറയും, ബെൻസോഫിനോൺ. നമുക്ക് ഇതിന്റെ പേര് നോക്കാം. ഇതിന്റെ പേരാണ് പെന്റെയിൻ ആണ്. 1, 2, 3, 4, 5 കാർബൺ ഉണ്ട് പെന്റെയിൻ. CO ഗ്രൂപ്പ് വന്നുകൊണ്ട് പെന്റനോൺ. ഇനി അതിന്റെ നമുക്ക് എങ്ങനെയാണ് CO ഗ്രൂപ്പിന്റെ നമ്പർ ഇടേണ്ടത്? CO ഗ്രൂപ്പിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടി 1 2 കൊടുത്തു. 3 മൂന്നാമതേ ഉള്ളൂ CH3 ഗ്രൂപ്പിന് കൊടുക്കാവുള്ളൂ. 3 മീഥൈൽ 2 പെന്റനോൺ, 3 മീഥൈൽ 2 പെന്റനോൺ. അന്നേരം CO ഗ്രൂപ്പിന്റെ ഇത് വെച്ചാണ് നമ്മൾ ആദ്യം 2 പെന്റനോൺ പേരന്റിന്റെ എടുത്തിട്ട് മാത്രമേ നമ്മൾ അടുത്ത ബ്രാഞ്ചിങ്ങിന്റെ പേരെടുത്തുള്ളൂ. ഇതൊക്കെ ഓർത്തിരിക്കുക. ഇനി ആൽഡിഹൈഡിന്റെ നോമിൻക്ലേച്ചർ നമ്മൾ ചില റൂൾസ് നമ്മളിപ്പം പറഞ്ഞ തന്നെ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. ഒന്നാമത്തെ റൂള്, സെലക്ട് ദ പേരന്റ് കാർബൺ ചെയിൻ ദ ലോങ്സ്റ്റ് ചെയിൻ. അതുപോലെ നെയിം ദ പേരന്റ് ചെയിൻ ബൈ ചേഞ്ചിങ് ദ E എൻഡിങ് ഓഫ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൻ നെയിം ടു AL. അതുപോലെ റൂൾ 3 ആണ്, നമ്പർ ദ പേരന്റ് ചെയിൻ ബൈ അസൈനിങ് ദ നമ്പർ 1 ടു ദ കാർബോണിൽ കാർബൺ. റൂൾ 4, ഡിറ്റർമിൻ ദ ഐഡന്റിറ്റി ആൻഡ് ലൊക്കേഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ആൻഡ് അപ്പൻഡ് ദിസ് ഇൻഫർമേഷൻ ടു ദ ഫ്രണ്ട് ഓഫ് ദ പേരന്റ് ചെയിൻ. നമ്മൾ ഇതനുസരിച്ചാണ് നമ്മൾ പേരിട്ടത്. Unlike the common name for alcohol and ethers, the common name for aldehydes are one word rather than 2 or 3. In IUPAC system, aromatic aldehydes compounds in which an aldehyde group is attached to a benzene ring are named as derivative of benzaldehyde. ഇപ്പൊ നമുക്കിവിടെ ഇത് കാണാം. ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗ് COH വരുന്നതാണ് ബെൻസാൾഡിഹൈഡ്. അതുപോലെ പലതരത്തിലുള്ള ഇത് വരികയാണ്. ഇതാണ് 4-ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. ബെൻസാൾഡിഹൈഡ് ആണ്. ബെൻസീൻ റിംഗ് CHO ഗ്രൂപ്പ് വരികയാണെങ്കിൽ ബെൻസാൾഡിഹൈഡ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് 1, 2, 3 നാലാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 4-ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 4-ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ്. ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് നമുക്ക് മനസ്സിലായി. നമ്മളിതെല്ലാം ഈ റൂളൊക്കെ അനുസരിച്ച് നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഈ ആൽഡിഹൈഡിന്റെ പേരുകൾ നോക്കാം. HCHO മെഥനാൽ, CH3CHO എഥനാൽ, അങ്ങനെ 2 മീഥൈൽ പ്രൊപ്പനാൽ ആണ് ഈ കോമ്പൗണ്ട്. അതാണ് ഇവിടെ 2 CHO ഗ്രൂപ്പ് വരുവാണെങ്കിൽ അവിടെ 2 CHO ഗ്രൂപ്പ് വന്നിരിക്കുന്നു. അതാണ് താലാൽഡിഹൈഡ്. താലാൽഡിഹൈഡ് ഇതിന്റെ പേരാണ് ബെൻസീൻ 1,2 ഡൈ കാർബാൾഡിഹൈഡ്. 2 CHO ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ നിന്ന് വന്നാൽ അതിന്റെ IUPAC നെയിമാണ് ബെൻസീൻ. ബെൻസീൻ ആണിത്. 1ഉം 2ഉം പൊസിഷനിൽ നിന്ന് 2 കാർബാൾഡിഹൈഡ്, 1,2 ഡൈ കാർബാൾഡിഹൈഡ്. ബെൻസീൻ 1,2 ഡൈ കാർബാൾഡിഹൈഡ് എന്നാണ് IUPAC നെയിം. താലാൽഡിഹൈഡ് എന്നാണ് ഇതിന്റെ പേര്. അതുപോലെ ബെൻസീൻ റിംഗ് എന്ന ഒരു CHOയും ഒരു ബ്രോമിനും വരുവാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് CHO ഗ്രൂപ്പിന് തന്നെയാണ്. പേര് ബെൻസാൾഡിഹൈഡ് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രോമിന് കൊടുക്കത്തുള്ളൂ. ഒന്നാമത്തെ പൊസിഷൻ CHO,
രണ്ടാമത്തെ പൊസിഷൻ. മൂന്നാമത്തെ പൊസിഷനാണ് ബ്രോമിൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 3-ബ്രോമോ-ബെൻസാൽഡിഹൈഡ് എന്നാണ് വന്നിരിക്കുന്നത്. 3-ബ്രോമോ-ബെൻസാൽഡിഹൈഡ്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള ആൽഡിഹൈഡിന്റെ പേരിടുന്നതാണ് പഠിച്ചിരിക്കുന്നത്. ഇത് എഥനാൽ അല്ലെ, എന്താ കാരണം? 2 കാർബൺ, ഈഥെയ്ൻ, എഥനാള്. അതുപോലെ 4-ബ്രോമോ-3-മീഥൈൽ-ഹെപ്റ്റനാൽ, 3-മീഥൈൽ-സൈക്ലോപെന്റനോൺ. കാരണം എന്താണ്? കീറ്റോണിക് ഗ്രൂപ്പാണ്. ഇതാണ് സൈക്ലോഹെക്സിൻ കാർബാൾഡിഹൈഡ്. പെന്റിറ്റൂയിനാൾ, അതായത് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നു, അതാണ് പെന്റിറ്റൂയിൻ, അതായത് ആൽക്കീൻ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. 1-ഫീനൈൽ-പ്രൊപ്പൻ 1-നോൺ. പലതരത്തിലും കീറ്റോൺസും ആൽഡിഹൈഡ്സും നമ്മൾ കണ്ടു. കീറ്റോൺസും സെയിം തന്നെയാണ്. അതിന്റെ IUP സിസ്റ്റം അനുസരിച്ച് സെലക്ട് ദ പേരന്റ് കാർബൺ ചെയിൻ, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. റൂൾ 2 അനുസരിച്ച് നെയിം ദ പേരന്റ് ചെയിൻ ബൈ ചേഞ്ചിങ് ദ എൻഡിങ് ഓഫ് ദ കറസ്പോണ്ടിങ് ആൽക്കൈൻ നെയിം ടു ONE. നമ്മുടെ കീറ്റോണിന്റെ ONE ചേർക്കുക. Rule 3, number the carbon chain such that the carbonyl carbon atom receives the lowest possible number. Determine the identity and location of any substance and append this information to the front of the parent chain name. ഇതനുസരിച്ചാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് കുറച്ച് പേരുകൾ നോക്കാം. ഈ കോമ്പൗണ്ട് ചിലപ്പോൾ പല സമയത്തും ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. 3-ഓക്സോപെന്റനാൽ. 3-ഓക്സോപെന്റനാൽ. ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, CHO. അതുകൊണ്ട് പെന്റനാൽ എന്ന് വന്നിരിക്കുന്നത്. ലോങ്സ്റ്റ് ചെയിൻ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് പെന്റനാൽ. CHO ഗ്രൂപ്പ് ഇട്ട് നമ്മൾ പേരന്റിനെ കൊടുത്തു പെന്റനാൽ. ഇനി ഇവിടെ നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പിന്റെ അടുത്ത് 1 കൊടുത്തു. 1, 2, 3. COയ്ക്ക് നമ്മൾ രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കുന്നുള്ളൂ. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിനാണ് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. നമ്മള് എന്താണ് മൂന്നാമത്തെ പൊസിഷനാണ് ഓക്സോ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. 3-ഓക്സോപെന്റനാൽ എന്നാണ് ഇതിന്റെ പേര്. അതിന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം പലവട്ടം ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് 3-ഓക്സോപെന്റനാൽ. ഓക്കെ, ഇനി അടുത്താണ് 2,4-ഡൈമീഥൈൽ-പെന്റേൻ-3-ഓൺ. 2,4-ഡൈമീഥൈൽ-പെന്റേൻ-3-ഓൺ ഇങ്ങനത്തെ ഗ്രൂപ്പ് വന്നു. അടുത്താണ് 4-നൈട്രോ-ബെൻസീൻ-കാർബാൾഡിഹൈഡ്. ബെൻസീൻ-കാർബാൾഡിഹൈഡ്. നമ്മൾ IUP സിസ്റ്റത്തിൽ ബെൻസീൻ കാർബാൾഡിഹൈഡ് എന്നതിന് പേരന്റ് കൊടുക്കാം. നാലാമത്തെ പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ്. 4-നൈട്രോ-ബെൻസീൻ-കാർബാൾഡിഹൈഡ്. ഇനി അടുത്താണ് 3 CHO ഗ്രൂപ്പ് വന്നിരിക്കുന്നു. അന്നേരം 3 CHO ഗ്രൂപ്പ് വന്നിരിക്കുമ്പോൾ അതിന്റെ പേരന്റ് നമുക്ക് നോക്കാം. 1, 2, 3 പ്രൊപ്പൈൻ. 1, 2, 3 ട്രൈ കാർബാൾഡിഹൈഡ് എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഇപ്പൊ നമ്മൾ പലതരത്തിലുള്ള കോമ്പൗണ്ടിന്റെ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും പേരുകൾ IUP സിസ്റ്റം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒരു റൂൾ 5 കൂടെ ഉണ്ട്. സൈക്ലോ കീറ്റോൺസ് ആർ നെയിംഡ് ബൈ അസൈനിങ് ദ നമ്പർ 1, 2 ടു ദ കാർബൺ ആറ്റം ഓഫ് ദ കാർബോണിൽ ഗ്രൂപ്പ്. അന്നേരം നമ്മൾ സൈക്ലിക് കീറ്റോൺസ് വരുവാണെങ്കിൽ ആ CO ഗ്രൂപ്പിന് 1 കൊടുക്കണം. ദ റിംഗ് ഈസ് ദെൻ നമ്പർ ടു ഗീവ് ദ ലോവസ്റ്റ് നമ്പർ ടു ദ ആറ്റം ബീങ് സബ്സ്റ്റിറ്റ്യൂവൻസ്. നമുക്കിവിടെ നമുക്ക് 2-മീഥൈൽ-സൈക്ലോഹെക്സനോൺ എന്നാണ് പേര്. 2-മീഥൈൽ എന്നാൽ ഇതിന് 1 കൊടുത്തിട്ട് ഇതാണ് രണ്ടാമത്തെ മീഥൈൽ. 2-മീഥൈൽ-സൈക്ലോഹെക്സനോൺ. അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ വരുന്നു. ഇപ്പൊ നമ്മള് പഠിച്ചത് ഇത് അസറ്റോൺ ആണ് ഈ കീറ്റോണിക് കോമ്പൗണ്ട്. അതുപോലെ ഇതാണ് അസറ്റോഫിനോൺ. ഇതടുത്താണ് ബെൻസോഫിനോൺ പല പേരിൽ അറിയപ്പെടാം. ഡൈമീഥൈൽ കീറ്റോൺ, മീഥൈൽ ഫീനൈൽ കീറ്റോൺ, ഡൈഫീനൈൽ കീറ്റോൺ. നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അസറ്റോൺ എന്ന് പറഞ്ഞാൽ CH3 അസറ്റോഫിനോൺ, ബെൻസീൻ റിംഗ് C+CH3 അസറ്റോ. ഇതാണ് അസറ്റോ CH3CO. ഫിനോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബെൻസീൻ റിംഗ് വരുന്നു. അതുപോലെ ബെൻസോഫിനോൺ ആണ് ഇവിടെ. ബെൻസോഫിനോൺ 2 ബെൻസീൻ റിംഗിന്റെ ഇടയ്ക്ക് CO വരുവാണെങ്കിൽ ബെൻസോഫിനോൺ അല്ലെങ്കിൽ ഡൈഫീനൈൽ കീറ്റോൺ എന്ന് പറയുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് പല കാര്യങ്ങൾ പഠിച്ചല്ലേ. ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡിന്റെയും എസ്റ്ററിന്റെയും ഒക്കെ ജനറൽ ഫോർമുല. അന്നേരം ഇന്ന് നമ്മൾ പഠിച്ചത് കാർബോണിൽ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചു. അതുപോലെ കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബോണിൽ ഗ്രൂപ്പാണ്. നമ്മൾ ധാരാളം എക്സാമ്പിൾ പഠിച്ചു. ഏതൊക്കെയാണ്? ആൽഡിഹൈഡ്, കീറ്റോണ്, കാർബോക്സിലിക് ആസിഡ്, എസ്റ്റർ, അമൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അതുപോലെ നോമിൻക്ലേച്ചർ ഫോർ ആൽഡിഹൈഡും കീറ്റോൺസും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, നിങ്ങൾ NCERT ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.